എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഷാനി, ഇതിനകത്ത് നമ്മൾ ഈ പെറ്റീഷൻ കൊടുത്ത സമയത്ത് നമ്മൾ കൈവീശി കൊടുത്തൊരു കാര്യമല്ല. നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അത് ബഹുമാനപ്പെട്ട രണ്ട് സൈറ്റേഷനുകൾ, ദിലീപ് കുമാർ ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആൻഡ് അതേഴ്സ്, ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഡിക്ലെയർഡ് പഞ്ചാബ് ഹൈക്കോടതിയുടെ LPA നമ്പർ 2043/2024 റിപ്പോർട്ടഡ് സൈറ്റേഷൻ ആണ്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. The Honorable High Court declared that desire of the disciples of a religious preacher by the name of Ashutosh Ji Maharaj, the head of Divya Jyoti Sansthan, to preserve the worldly body of a preacher in a refrigerator amounts to exercise the fundamental rights. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ശ്രീ രഞ്ജിത്ത്, ചോദ്യം കേൾക്കാത്തതുപോലെ താങ്കൾ അഭിനയിക്കരുത്. നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മജി. ഞാൻ ചോദിച്ചത് എന്താണ്? മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്നാണ്. കോടതി നിങ്ങൾ ഉദ്ധരിക്കുന്ന കോടതി വിധിയൊക്കെ മറ്റൊന്നാണ്. മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, മരണം സംഭവിച്ചിട്ടുണ്ടോ, അത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ? കോടതി ഇന്ന് വ്യക്തമായി ചോദിച്ച ചോദ്യം ഇതാണല്ലോ. അതിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. ഷാനിയോട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. നിലവിൽ ഈ അമ്മയും രണ്ടു മക്കളും കൊടുത്ത ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസാണോ അല്ലയോ? എന്തോ ആളാക്കിയതാണല്ലേ അത് പറ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട സ്റ്റേ നൽകിയില്ല എന്ന് വെച്ചാൽ കല്ലറ പൊളിക്കാൻ അനുവദിക്കരുത് എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടത് ഹൈക്കോടതി അനുവദിച്ചിട്ടില്ല. അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. അത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഹൈക്കോടതി ഇന്ന് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്നാണ്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, മരണ കാരണം എന്താണ്, സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ, ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ടോ? ഞാൻ എന്ത് പറയാനാ, കരികാല വൈഭവം. അല്ല ഷാനി, ഒരു വ്യക്തി ഈ ഗോപൻ സമാധിയായിട്ടുള്ള ഗോപൻ സ്വാമികൾക്ക് മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാലോ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് കോടതി നിങ്ങളോട് ചോദിച്ചാൽ അതാണല്ലോ, കോടതിക്ക് അറിയാത്തോണ്ടല്ലോ ചോദിച്ചത്. അത് ആവശ്യമാണ് എന്ന് നിയമത്തിന് അറിയാവുന്നോണ്ടല്ലേ. അദ്ദേഹം ഗോപൻ സ്വാമികൾ സമാധിയായതാണ്. സമാധിയെ സംബന്ധിച്ച് ഒരു മെറ്റീരിയൽ ഫാക്റ്റും സപ്രസ് ചെയ്തിട്ടില്ല. നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോ. ഒരു ദിവസം പോലും വൈകിട്ടില്ല. അന്നേ ദിവസം തന്നെ മക്കൾ പറഞ്ഞിട്ടുണ്ട് 9/1/2025 പിതാവ് സമാധിയായി എന്ന് അവർ തന്നെ പുറം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരു മെറ്റീരിയൽ ഫാക്റ്റും സപ്രസ് ചെയ്തിട്ടില്ല. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? ഇന്ത്യ മഹാരാജ്യത്ത് ഇത് ആദ്യത്തെ കേസുമല്ല. അത് ശരി. ഇതിന് സമാനമായിട്ടുള്ള കേസുകൾ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ലത്തീഫ് മഗ്രേ വേഴ്സസ് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീർ ആൻഡ് അതേഴ്സ് 2022 SEC ഓൺലൈൻ SC 1203. The dead are to rest where they have been lain unless reason of. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. Substance is brought forward for disturbing their repose. അതായത് അവരെവിടെയാണോ കിടക്കുന്നത് അവിടെ അവരെ സ്വസ്ഥമായിട്ട് വിഹരിക്കുവാൻ നടക്കുമായിരുന്നു. പക്ഷേ അയൽക്കാരന്, അകന്ന ബന്ധുവിന് പരാതിയുണ്ട്, നാട്ടുകാർക്ക് പരാതിയുണ്ട്. മരണം സംഭവിച്ചിട്ടുണ്ടോ? ആളെ കാണാനില്ല എന്ന പരാതിയാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വ്യക്തിക്ക് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കോടതിയും ഇന്ന് ഉണ്ടായേ തീരൂ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. താങ്കളാണോ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഈ കുടുംബത്തിന് നിയമോപദേശം നൽകുന്നത്? ഷാനിക്ക് സംശയം ഉണ്ടെങ്കിൽ വീട്ടുകാരോട് ചോദിക്കൂ. താങ്കളുടെ ഉപദേശം അനുസരിച്ചാണോ അവരെല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുന്നത്, പ്രതികരിക്കുന്നത്? അവിടെ ഉണ്ടല്ലോ. താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ
ആ വീട്ടുകാരോടല്ലോ താങ്കളോട് തന്നെയല്ലേ ഞാൻ ചോദിക്കേണ്ടത്. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? താങ്കളാണോ ഈ കുടുംബത്തിന്റെ പ്രതികരണവും ഈ കുടുംബം ഇപ്പോൾ സ്വീകരിക്കുന്ന പരസ്യമായ സമീപനവും ഒക്കെ താങ്കളുടെ ഉപദേശപ്രകാരമാണോ? കുടുംബത്തിന്റെ അഭിഭാഷകൻ എന്നുള്ള രീതിയിലല്ലേ? എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. കുടുംബത്തിന്റെ അഭിഭാഷകൻ എന്നുള്ള രീതിയിലല്ലേ? അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. കുടുംബം ഇപ്പോൾ സ്വീകരിക്കുന്ന പ്രതികരണവും സമീപനവും വ്യക്തിപരമായിട്ട് വേണ്ടി ഷാനി നിൽക്കണ്ട. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് മറുപടി പറയാൻ താങ്കൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് മറുപടി പറയാൻ അല്ല, അധിക്ഷേപമൊന്നുമല്ല. ഇനിയും ചോദ്യങ്ങളുണ്ട്. താങ്കൾ അങ്ങനെ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് പറഞ്ഞ പോലെ കോടതിയിൽ നിന്ന് ചോദ്യത്തിനുള്ള ഉത്തരമില്ലാതെ മുന്നിൽ വന്ന് അത് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. താങ്കളോട് ചോദിക്കുന്നത് ഇതാണ്, താങ്കളുടെ ഉപദേശപ്രകാരമാണോ കുടുംബം ഇന്ന് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞ വാദങ്ങൾ ആവർത്തിക്കുന്നത്? അവരുടെ വാദങ്ങളും താങ്കളുടെ ഉപദേശപ്രകാരമാണോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഞാനിന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയാണ്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ? എനിക്ക് എല്ലാ മാധ്യമങ്ങളിലും ഒന്നും എനിക്ക് എന്താണ് പാവപ്പെട്ട 2 മക്കളും ആ അമ്മയും ഒക്കെ കൊടുത്ത ബൈറ്റ് എന്ന് എനിക്ക് കാണാൻ വേണ്ടിയൊന്നും കഴിഞ്ഞിട്ടില്ല. മതവികാരം വ്രണപ്പെടുത്തുകയാണ് ഈ ചെയ്യുന്നത്. എന്നെ സംശയിക്കരുത്. ഞാൻ ഈ കേസുമായി അവിടെ വർഗീയതയാണ് ഇതിന് പിന്നിൽ, മറ്റൊരു സമുദായമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന കുടുംബത്തിന്റെ ഇപ്പോഴത്തെ വാദം താങ്കളുടെ ഉപദേശപ്രകാരമാണോ? ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. അല്ല, ഞാൻ അങ്ങനെ ഒരു ബൈറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ബൈറ്റ് കണ്ടിട്ടില്ല. നീ ഇതിന്റെ ആ കുടുംബത്തിനോട് കാണിച്ച നീതി നിഷേധത്തിന്റെ ഭാഗം മാത്രമാണ് നമ്മൾ അഡ്രസ് മതവികാരം വ്രണപ്പെടുത്തുകയും അവിടെ വർഗീയതയുടെ പിൻബലത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് എന്നും കുടുംബം ഇന്ന് ആരോപിച്ചിരിക്കുന്നത് താങ്കളുടെ അറിവോടെയോ സമ്മതത്തോടെയാണോ? താങ്കൾ ആ വാദത്തോട് യോജിക്കുന്നുണ്ടോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഷാനി, ഞാനത് കണ്ടിട്ടില്ല. ഷാനി, ഇന്ന് മാത്രമല്ലല്ലോ, 3 ദിവസമായി കുടുംബം താങ്കളുടെ സാമീപ്യത്തിൽ പോലും അത് ആവർത്തിച്ചിട്ടുണ്ട്. മുഴുവൻ തന്നെ ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ താങ്കൾ അവിടെ തന്നെ ഉണ്ടല്ലോ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അവരുന്നയിക്കുന്ന മതവർഗീയത, ഈ പ്രശ്നത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മതവർഗീയതയാണ് എന്ന് അവർ ആവർത്തിക്കുന്നതും താങ്കളുടെ ഉപദേശപ്രകാരമാണോ? ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ഒരു ബൈറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ബൈറ്റ് കണ്ടിട്ടില്ല. എന്താ നീ പിറുപിറുക്കണേ? ഇതിനകത്ത് ഈ ഗോപൻ സ്വാമികളുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കാസ് ഓഫ് ഡെത്തിനെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അവർക്ക് ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഡിനൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാത്രമാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത്. താങ്കളാണല്ലോ അഡ്വക്കേറ്റ് രഞ്ജിത്ത്. അവരുടെ വാദങ്ങൾ ലോകത്തിന് മുന്നിൽ ആവർത്തിക്കുന്നത്, കോടതിയിൽ പ്രതിനിധീകരിക്കുന്നത് താങ്കളാണല്ലോ. അവരിപ്പോൾ പറയുന്നത് ഈ ചോദ്യം ഉയരുന്നതിന് പിന്നിൽ പോലും, അതായത് ഈ ഗോപൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദ്യം ഉയരുന്നതിന് പിന്നിൽ പോലും മതവർഗീയതയാണ് എന്നാണ്. ആണോ? എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. ഞാൻ അങ്ങനെ ഒരു ബൈറ്റ് കണ്ടിട്ടില്ല. അവരാരോപിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞല്ലോ. ഗോപൻ സ്വാമി വേണമെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി അത് കാണിക്കാനും പറ്റും. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അവർ ഇന്നും ആവർത്തിക്കുന്ന അതാണ്. മറ്റൊരു മതവിഭാഗത്തെ വളരെ അസ്വാഭാവികമായി അനാവശ്യമായി ഈ ഇഷ്യൂവിലേക്ക് വലിച്ചിടുകയും എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ, ശരിയാണ്. അവരാണ് ഇതിന് പിന്നിൽ. മതവികാരമാണ് പ്രശ്നം, മതവികാരം വ്രണപ്പെടുത്തുകയാണ്, മതവികാരത്തെ അവഹേളിക്കുകയാണ് എന്ന് കുടുംബം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ചന്ദ്രന്റെ നിയമോപദേശ പ്രകാരമാണോ, ഉപദേശപ്രകാരമാണോ? എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഷാനി, ഞാൻ അങ്ങനെ ഒരു ബൈറ്റ് കണ്ടിട്ടില്ല. പിന്നെ അവർ എന്തെങ്കിലും അവിടുത്തെ വഴിത്തർക്കവും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവർക്കുണ്ടായ എന്തെങ്കിലും കൺസേൺ ആയിരിക്കും. വഴിത്തർക്കത്തിന്റെ പേരിൽ അപ്പുറത്തുള്ള എതിർപക്ഷത്തുള്ള മനുഷ്യരുടെ മതം വെച്ച് ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ പ്രശ്നത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അഡ്വക്കേറ്റ് രഞ്ജിത്ത്? ഷാനി, കഴിഞ്ഞ ദിവസം ഷാനിയുടെ അടക്കം റിപ്പോർട്ടർമാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. മനോരമ ചാനലിന്റെ അടക്കം റിപ്പോർട്ടർമാർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സംഘടിത മതവിഭാഗം വന്ന് ഇത് ഇപ്പൊ തന്നെ പൊളിക്കണം എന്നാവശ്യപ്പെടുന്നത് എന്തിനാ? ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. അവിടെ പോലീസിന്റെ ജോലി ചെയ്തോട്ടെ.
ആർ.ഡി.ഒയുടെ ജോലി ചെയ്തോട്ടെ. അവിടെ എന്തിനാണ് ഇപ്പൊ തന്നെ പൊടിക്കണം, ഒരു നിമിഷം പോലും വൈകരുത്, ഒരു മിനിറ്റ് പോലും വൈകരുത് എന്ന് ഏതെങ്കിലും ഒരു സംഘടിത മതവിഭാഗം വന്ന് ആവശ്യപ്പെടുന്നത് എന്തിനാ? അത് ആർ.ഡി.ഒയുടെ ജോലിയല്ലേ? അങ്ങനെ സംഘടിത മതവിഭാഗത്തിന്റെ ഇടപെടൽ ഇതിലുണ്ടെന്നും ഇതിന് പിന്നിൽ മത താല്പര്യങ്ങളുണ്ടെന്നും നിങ്ങൾ പോലീസിന് പരാതി കൊടുത്തോ? ആർ.ഡി.ഒയുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞു, പരാതി പോലീസിന് മുന്നിൽ പറഞ്ഞു, അതെല്ലാം ഞങ്ങൾ പറഞ്ഞു. ആർ.ഡി.ഒയുടെ മുന്നിലും പോലീസിന് മുന്നിലും, ആർ.ഡി.ഒയുടെ മുന്നിലും പോലീസിന് മുന്നിലും ഡിവൈഎസ്പിക്ക് മുന്നിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? പരാതി കൊടുത്തോ അഡ്വക്കേറ്റ് രഞ്ജിത്ത്? പരാതിയുടെ പ്രാധാന്യം താങ്കൾക്ക് വ്യക്തമായി അറിയാമല്ലോ. എല്ലാവരുടെ മുന്നിലും പറഞ്ഞത് കൊണ്ടായില്ല, ഇന്നും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പരാതിക്കാരൻ ആരാണ്, പരാതിക്കാരൻ ഏത് മതസ്ഥനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമില്ല. തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. കുടുംബത്തിൽ തന്നെയുള്ള അകന്ന ബന്ധുവാണ് ഈ കാര്യം ആദ്യം പബ്ലിക് ഡൊമൈനിൽ വന്ന് പറഞ്ഞത് എന്നതിലും താങ്കൾക്ക് ഉത്തരമില്ല. എന്നിട്ട് ഇതിനെ ഒരു മതവർഗീയതയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനാണ് താങ്കളുടെ ശ്രമം. കണ്ടില്ലേ ഒരു സംഘടിത ഞങ്ങളാരും കണ്ടിട്ടില്ല. ആളുകൾ വന്ന് നാട്ടുകാർ മുഴുവൻ സംസാരിക്കുന്നത് അങ്ങനെ മറ്റാരെയും താങ്കൾ കൂട്ടുപിടിക്കണ്ട. എന്തിനാണ് നാട്ടുകാർ വന്ന് ഇപ്പൊ പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ നാട്ടുകാരായി. എന്തിനാണ് ഷാനി നാട്ടുകാർ വന്ന് ഇപ്പൊ പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? അതിന്റെ ആവശ്യം എന്താ? അതിന് തീരുമാനമെടുക്കേണ്ട നാട്ടുകാരായി. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.